ശ്രീ മുകേഷ്, താങ്കളും ശ്രീ ഇന്നസെൻറ്റും ഒരു ഷോയിൽ സംസാരിക്കുന്നത് കേട്ടത് ഇങ്ങനെയാണ്. അതായത് MLA ആണോ MP ആണോ വലുത് എന്നുള്ളത്. ഇപ്പോൾ ഇന്നസെൻ്റ് ആ കാലഘട്ടത്തിൽ MP ആയിരുന്നു. MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എന്നുള്ള നിലയിലാണോ? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. MLAയും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ അടുത്ത് ആ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു തമാശയും കൂടെ ഞാൻ പറയാം. ഒരു സമയത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം വന്നിട്ട് കൊല്ലത്ത് ഗണേഷ് കുമാറിൻ്റെയും എൻ്റെയും ഈ കോലം കത്തിക്കുന്ന ഒരു പരിപാടി വന്നു. രണ്ടുപേരുടെയും ഓരോ കോലം കത്തിച്ച് അതിൻ്റെ കൂടെ ഇന്നസെൻ്റ് ചേട്ടൻ്റെയും കത്തിച്ചു. കാര്യം അദ്ദേഹം LDF ആണല്ലോ. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കത്തിച്ചവരോട് പറയണം, എനിക്കൊരു പരാതിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള MLA ആണ്, ഞാൻ 7 കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ എൻ്റെ 7 കോലം കത്തിക്കണം, അല്ലേ എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക, പെട്ടെന്ന് ഞാൻ അതാണ് ഓർക്കുന്നത്. അപ്പോഴും ഈ MLA തന്നെ ഞാൻ അതിൻ്റെ പ്രത്യേകിച്ചും MP ആയതുകൊണ്ട് ഒരു കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം സെയിം തന്നെയാണ്. ഇന്നസെൻറ്റും മുകേഷും തമ്മിലുള്ള വൈബ് വളരെ എൻജോയബിളാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഏത് ഘട്ടത്തിലും നോക്കൂ. പക്ഷേ ഇവിടെ ഒരു പാർലമെൻറ്റ് അംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം വളരെ വലുതാണല്ലോ. 543 പേരേ ഉള്ളൂ. നിയമസഭയിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു കേരള എന്ന് പറയുന്ന ഒരു ടെറൈൻ മാത്രമാണുള്ളത്. ആ നിലയിൽ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ റോൾ എങ്ങനെയാണ് ശ്രീ മുകേഷ് താങ്കൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? അല്ല, ഞാൻ ഇത് സജീവ കലാകാരനായിരുന്നു, എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ സഹയാത്രികനുമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 7 കൊല്ലം മുമ്പ് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു. എന്നാൽ അപ്പോഴും കല വിട്ടിട്ടില്ല. അപ്പോൾ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അഴിമതി രഹിത, ഈ സ്വജനപക്ഷപാതവും ജാതിമത ചിന്തകളും ഇല്ലാതെ വികസനത്തിന് ഊന്നൽ നൽകി എന്ത് ചെയ്യാനൊക്കും, ആരെ കണ്ടാൽ കൊല്ലം മണ്ഡലത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കലയുടെ, സിനിമയുടെ ഒരു വലിയ ശക്തിയും ബാക്ക്ഗ്രൗണ്ടും വെച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വികസനങ്ങൾ എനിക്ക് കൊല്ലത്ത് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഒരു അജണ്ട തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ തന്നെ ഇനി നാളത്തെ ഫേവറബിളായിട്ട് നമുക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു MP ആയിട്ട് മുടങ്ങിക്കിടക്കുന്നത്, ഒരു MP ആരെ കണ്ടാൽ എങ്ങനെയാണ് കൊല്ലത്ത് കൂടുതൽ, അതും കൊല്ലം മണ്ഡലം മാത്രമല്ല, കൊല്ലം പട്ടണം മാത്രമല്ല, 7 മണ്ഡലത്തിലും കൂടെ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അതിനെന്നെ 100% എൻ്റെ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും ആ പാരമ്പര്യവും ആ അതിനുള്ള ശേഷിയും അനുഭവജ്ഞാനവും ഒക്കെ ഉള്ളവരെന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തരത്തിൽ വേറെ ഭയങ്കരമായ അജണ്ടയൊന്നുമില്ലാതെ. ശ്രീ മുകേഷ്, ഇപ്പോൾ കേരളത്തിൽ UDF കണ്ണുമടച്ച് വിജയിക്കുമെന്ന് പറയുന്ന 2 മണ്ഡലങ്ങളാണ് മലപ്പുറവും പൊന്നാനിയും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തായി UDF വിജയിച്ചു വരും നിസ്സാരമായി എന്ന് പറയുന്ന ഒറ്റ മണ്ഡലമേ ഉള്ളൂ, അത് കൊല്ലമാണ്. ആ മണ്ഡലത്തിലാണ് പ്രേമചന്ദ്രനെതിരെ താങ്കൾ മത്സരിക്കാൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രൻ പറഞ്ഞത് ഇപ്രാവശ്യം തൻ്റെ ഭൂരിപക്ഷം കുറയും എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയുന്നത് പോലെ 1,48,000 ഭൂരിപക്ഷമുള്ള ആളാണ് പ്രേമചന്ദ്രൻ. അപ്പോൾ വലിയൊരു ടാസ്ക് ആയിരുന്നു അങ്ങയുടെ മുമ്പിൽ. കുറഞ്ഞ പക്ഷം ഭൂരിപക്ഷം കുറയും എന്ന സാഹചര്യമെങ്കിലും ഉണ്ട് എന്ന് പ്രേമചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. അത് വിജയമായി മാറുമെന്ന് ഈ നിമിഷം താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിജയമായി മാറി തന്നെ ആവണം. കാര്യം പ്രീ പോളിലും എക്സിറ്റ് പോളിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തോറ്റ ആളാണ് ഞാൻ. ഇപ്പോഴും തോറ്റു നിൽക്കുന്നയാളാണ് എക്സിറ്റ് പോളിലൊക്കെ. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഇവിടെ 7:30 മണിക്ക് തോക്കുമെന്ന് പറഞ്ഞവരുണ്ട് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ. പിന്നെ അത് 8:30 ഉച്ചയ്ക്ക് 2:30. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് പറയുന്നു, പിന്നെ പറയുന്നു ചെറിയ ഭൂരിപക്ഷമെന്ന് അവർ പറയുന്നു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല. അപ്പോഴും ഞാൻ പറയുന്നു, തെറ്റില്ലാത്ത തരത്തിൽ ഒരു ഭൂരിപക്ഷം എനിക്ക് ലഭിക്കും. കാരണം തുടക്കത്തിൽ ഞാൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ സിനിമാക്കാരന് കാണുന്ന കൈകാണിപ്പും സ്നേഹവുമാണ്. പക്ഷെ അതല്ല,
അവരിൽ എൻ്റെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ പ്രൂവ് ചെയ്തത് കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് നിൽക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു കക്ഷി LDF എൻ്റെ പേര് നിർദ്ദേശിച്ചതും എന്നെ നിർത്തിയതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രയും വലിയ ഒരു മത്സരം വരുമ്പോൾ തീർച്ചയായിട്ടും എന്നെ അതിന് ഏൽപ്പിക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളും കൂടെ മുൻനിർത്തി, അല്ല അപ്പം നമ്മൾ വെറുതെ ഇരുന്ന ഒരാളെ പിടിച്ചു നിർത്തത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു പരിചയവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ഒട്ടും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ശ്രീ മുകേഷ്, ഇപ്പോ പ്രേമചന്ദ്രൻ പറയുന്ന കാര്യം, എൻ്റെ ഭൂരിപക്ഷം കുറയാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നതിൻ്റെ കാര്യം, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യമായ ചില പ്രചാരണങ്ങൾ നടത്തി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ LDF കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതിനൊരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തു, ആ നിലയ്ക്കൊക്കെ ഇദ്ദേഹം ഒരു അർദ്ധസംഖ്യയാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരണം LDF നടത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനൊരു പ്രചാരണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ മുകേഷിന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിസ്സാരമായി LDFൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അങ്ങേക്ക് അവിടെ വിജയിച്ചു വരാൻ കഴിയേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു പ്രചാരണം അവിടെ നടന്നിരുന്നോ? അങ്ങനെ ഒരു തന്ത്രപരമായ നീക്കം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അല്ല, അത് ഞാൻ നേരിട്ട് ഒരിക്കൽ പോലും അങ്ങനെ അതെൻ്റെ ഒരു രീതിയല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ പോലും എതിർ സ്ഥാനാർത്ഥി അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു പ്രേമേന്ദ്രൻ അങ്ങനെയുള്ള ഒരു ദോഷവശം, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, ഞാൻ മോദിയെ എതിർക്കുന്നു, ഞാൻ BJPയെ എതിർക്കുന്നു എന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ മാറ്റം വന്നേനെ. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവസാനം വല്ലതും പറഞ്ഞെങ്കിലേ ഉള്ളൂ. തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെ രോമാഞ്ചം കൊണ്ടു, അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ രോമാഞ്ചം കൊണ്ടു, അദ്ദേഹം പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അങ്ങനെയല്ല എന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതായിരുന്നു. ലാസ്റ്റ് ദിവസം പോലും അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ സമയം കണ്ടെത്തിയത്. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും പറയത്തില്ല.